Good morning from Longwa, Nagaland, from the Headhunters village. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തോട് വിട പറഞ്ഞിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്ന പൂരി ആൻഡ് ചായ്. ഇന്നലെ ഞങ്ങൾ ഇതേ സ്ഥലത്തു നിന്ന് ചായ കുടിച്ചിരുന്നു. ഇന്നലെ ചായ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഭർത്താവായിരുന്നു. ഇന്നത്തെ ചായ വേറെ ലെവല്. സോ നൈസ്. 1 2 3 4 പൂരിയും പിന്നെ കൂടെ ബാജി കറിയോ അങ്ങനെ എന്തോ ഒരു കറിയും കൂടി കിട്ടും. അതിന് 50 ഉറുപ്പ്യാണ്, അല്ലെങ്കിൽ 40 ഉറുപ്പ്യ. ഡിപ്പെൻസ്. ടൂറിസ്റ്റിനാണ് 50 ഉറുപ്പ്യ, ഇവിടുത്തെ ലോക്കലിനാണ് 30 ഉറുപ്പ്യ. സോ അക്കീർ, നമ്മളെ വില്ലേജ് യാത്ര തുടരുകയാണ്. വേർ വി ആർ ഗോയിങ് ടുഡേ? We don't have plans. Yes, we don't have any plans. ഒരു സ്മോൾ പ്ലാൻ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനപ്പൊറ്റോ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകണമെന്നുണ്ട്. 250 കിലോമീറ്റർ ഉണ്ട്. എത്തോ ഇല്ലയോന്നൊന്നും അറിയില്ല, പോയി നോക്കാം. ലെറ്റ്സ് സീ. അതിൻ്റെ മുന്നേ പൂരി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ പൂരി വരില്ല, കടിച്ചാൽ പൊട്ടുന്ന പൂരി. ഇതാട്ടോ നമ്മളെ വില്ലേജ് രാവിലെ തന്നെ ഉണർന്നുണ്ട്. ഇന്നൊരു ചെറിയ മഴയോട് കൂടിയിട്ടാണ് ഉണർന്നത്. എല്ലാവരും ഇവിടെ അടിച്ചു പൊളിക്കുന്നു, കച്ചവടങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ടൈം ടു സേ ഗുഡ് ബൈ ടു ലോങ്ബാവ്. നമ്മൾ ലോങ്ബാവ് നിന്ന് തിരിച്ചു പോവാണ്. സമയം നമ്മൾ 8 മണിക്ക് ഇറങ്ങി, ഭക്ഷണം കഴിച്ച് ഇപ്പോൾ സമയം 10 മണി. 2 മണിക്കൂറായിട്ട് പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം വൈകി. Thank you. See you brother. Botol. എന്തോ ബോട്ടിൽ ഒഴിക്കുന്നുണ്ട്. കുപ്പി എന്തൊന്നും ഗൈസ്. ഒണിയൻ My friend. ഓക്കെ. അപ്പം നമ്മൾ ഇനി നേരെ എങ്ങോട്ടൊന്നുമില്ലാണ്ട് യാത്ര തുടങ്ങുകയാണ്. എവിടെ എത്തുന്നു അവിടെ നിർത്തും. അപ്പോൾ പോണ വഴിക്കുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണിക്കാം. അപ്പം ലോങ് വൈനോട് ബൈ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ റോഡൊന്നും വെറുതെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിച്ചില്ല, കാരണം അങ്ങോട്ട് പോയപ്പോൾ ഓൾറെഡി ഷൂട്ട് ചെയ്താണ്. അപ്പം നമ്മളിതാ മേലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ മോൺ എന്ന് പറയുന്ന ഇവരെ മെയിൻ ഡിസ്ട്രിക്ട് പോയിന്റിൽ, അതായത് ടൗൺ പോയിന്റ്, ഈ ട്രൈബ്സിൻ്റെ കൊണിയാക്കിൻ്റെ ഒക്കെ മെയിൻ ടൗണാണ് മോൺ എന്ന് പറയുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ചർച്ച് ഇൻ ഏഷ്യ. നമുക്ക് പിന്നെ ഉറപ്പിക്കാൻ പറ്റില്ല ഇതാണോ വലുത്, ഇനി വേറെ ഒന്നുകൂടി ഉണ്ട് ഇവിടെ. ഏകദേശം 10,000 പേര് കപ്പാസിറ്റി, അതായത് 10,000 പേർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ചർച്ച് ഇവിടെ ഉണ്ട്. അപ്പം കൊണിയാക് മോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്, അങ്ങോട്ടേക്കാണ് പോണത്. സോ അവിടെ പോയിട്ട് ഏറ്റവും വലിയ ചർച്ച് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും ദൂരം വന്നിട്ട് മോൺ ടൗൺ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടിലേക്ക് രസം ഉണ്ടാവില്ലല്ലോ. മോണാണ് നാഗാലാൻഡിലെ ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ്. നമ്മളെ വയനാടൊക്കെ മാറി ഏറ്റവും ബാക്ക്വേർഡാണ് എന്ന് തോന്നണം. അതായത് ഗൂഗിളിൽ കാണിക്കുന്ന കാര്യം കേട്ടോ, അല്ലാതെ വയനാടാണെങ്കിലും നമ്മൾ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. സോ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രേറ്റ്. ഇഫ് യു ക്യാൻ ടേക്ക് റൈറ്റ് ഓൾസോ, ഇറ്റ്സ് ഓക്കെ, നോ എൻട്രി. അപ്പം മോൺ എന്ന് പറയുന്ന ഇവരുടെ ടൗണിൽ കൂടെയാണ് നമ്മളെ യാത്ര. നൈസ്. റോഡൊന്നും ഇല്ല കേട്ടോ, റോഡൊക്കെ പൊളിഞ്ഞ് ചിമ്പോലായിട്ട് കിടക്കുകയാണ്. ഏറ്റവും കൊണിയാക് ട്രൈബ്സിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന ഒരു ഇത് പൊടിയിൽ ഇങ്ങോട്ട് പൊളിച്ചിക്കണേ. ഇവിടെ വന്ന് നോക്കുമ്പം, അതായത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചർച്ച് എന്നാണ് പറയുന്നത്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ചർച്ചിൽ 4ാം സ്ഥാനത്താണ് ഇത് കാണിക്കുന്നത്. അതായത് ഓരോ സൈറ്റിലും ഓരോ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ച് എന്ന് കാണിക്കുന്നത് ഈ നാഗാലാൻഡിൽ തന്നെ സുമമൊറ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് സുമി ബാപ്റ്റിസ്റ്റ് ചർച്ച് ഉണ്ട്. അതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ചായിട്ട് ഗൂഗിളിൽ കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 8,500 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ ഈ കാണുന്ന കൊണിയാക് ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഏകദേശം 10,000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പിന്നെ പ്രോഗ്രാം എന്തോ നടക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കയറാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
ലെറ്റ്സ് സീ. വാ, ചർച്ച് ഇവിടുന്ന് കാണുമ്പം അത്ര വലുതൊന്നുമല്ല. നമ്മളെ കേരളത്തിൽ ഇതിനും വലിയ ചർച്ചുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കപ്പാസിറ്റി കാരണമാണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ചർച്ചായിട്ട് ഇത് മാറുന്ന ഗൈസ്. വാ ഗൈസ്, കാണുമ്പോൾ രസമുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിൽ കയറി നോക്കണം. ഭയങ്കര മോഡേൺ ആയിട്ട് എല്ലാ സീറ്റുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഇന്നലെ കൊണിയാക് ട്രൈബ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് അറിഞ്ഞത്. എന്തായാലും ലെറ്റ്സ് വെയിറ്റ്. ഇപ്പോൾ 11:50 12 മണിക്ക് ഈ പ്രോഗ്രാം കഴിയും. അതിനുശേഷം ഉള്ളിൽ കയറി കാണാമെന്നാണ് പറഞ്ഞത്. മേ ലോത്ത ഹേ പങ്കാതൻ ബി ഒട്ടിയോ കേരള ബട്ട് ലോത്ത पंगादन भी ओटियो क्या करना है? अभी लोंगवा से आया. मैं हिंदी थोड़ा आता है. केरला से अभी ना लोंगवा से अभी इधर वहाँ से अभी देखने गया। जुमोमोटो जाए. इसने वो तो हाँ, बिगेस्ट चर्च देखने के लिए. ओ ए बड़ा चर्च और जुमोमोटो बड़ा चर्च क्या दिखता है? हम नहीं जानते. दोनों बड़ा सेम है. സെയിം. ആ, പള്ളി കയറാൻ ടൈമാവും. ഇപ്പം പറാത്ത എന്നിട്ടാ പറയാം. അതും നല്ല രാവിലെ കഴിച്ച അതേ ടൈപ്പ് ഒരു കടലക്കറി പോലത്തെ നല്ല എരിവുണ്ടാവും. പക്ഷേ അവിടുന്ന് കഴിച്ചതിനായിട്ട് ക്വാളിറ്റി ഉണ്ട് ഇവിടെ. ഗുഡ് എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് ബാക്കി കാണാം. 사오고 이러나? He's from Mon. He never been to Longwa. But I was staying in Impal for so long. Okay. You can go to Impal and go to Thailand. Myanmar, Thailand. Your next stop. You can do like now. You can do cross country. Yes. Since you have done cross state. നമ്മൾ ചർച്ചിൻ്റെ അകത്തോട്ട് കയറുകയാണ്. എത്രത്തോളം വലിപ്പമുണ്ട് എന്നൊന്നും അറിയില്ല. ചെറു നോക്കാം. ഓ, ദിസ് ഈസ് ടു ബിഗ്. എൻ്റെ മോനെ, ഓ, ദിസ് ഈസ് ടു ബിഗ് റൈറ്റ്. ഇത് വലിയ ചർച്ച തന്നെയാണ്. മൊത്തം 5 ഫ്ലോർ ഉണ്ട് ഇതിന്. ഓരോ ഫ്ലോറിലായിട്ട് എന്തോരം സീറ്റാണ് നോക്കി. അവിടെ എന്തോ ഒരു പ്രോഗ്രാം എന്തോ നടക്കുക. സോ നൈസ് ഗൈസ്. ഇതിൻ്റെ മേലേക്ക് കയറി പോകാൻ തോന്നുന്നു. നോക്കട്ടെ, കയറാൻ പറ്റുമെങ്കിൽ നമ്മളത് മേലെ കയറി കാണിച്ചിരുന്നായിരിക്കും. ഓ, സോ ഗൈസ്, നമ്മൾ ചർച്ചിൻ്റെ ആദ്യത്തെ ഫ്ലോറിൽ കയറിയിട്ടുണ്ട്. ഓ, എൻ്റെ മോനെ, ഇവിടുന്ന് കാണുമോ? ദിസ് ഈസ് ഹ്യൂജ്. ഇത് ഫുള്ളി AC ആട്ടോ. ഹ്യൂജ്. ഇതുണ്ടോ സീറ്റ് നമ്പർ ഉണ്ടോ? 401, 300 ഫുള്ള് സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. 10,000 പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഈസ് ഗുഡ് ആക്ച്വലി. പതിനായിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഏഷ്യയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചർച്ചിൻ്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. സോ ഗൈസ്, അവിടെ എന്തോ ഒരു പ്രാർത്ഥന നടക്കുക കേട്ടോ. താഴെ മൊത്തം പിന്നെ മരത്തിൻ്റെതാണ്, പക്ഷേ എന്നിട്ട് പോളിഷ് ചെയ്തിട്ടുള്ള. ഇവിടെ മരത്തിൻ്റെയാണ്, പക്ഷെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ടൈപ്പ്. ഒരു എന്താ ഇപ്പോൾ പറയുക, വലിയൊരു സ്റ്റേഡിയത്തിന് മാതിരി കേട്ടോ. അമ്മാതിരി വലുപ്പം.
ഇത് ഞാൻ പറഞ്ഞല്ലേ കാത്തലിക് അല്ല, ബാപ്റ്റിസ്റ്റ്. അതായത് ഈ ഒരു ചർച്ച് കാത്തലിക്കിൻ്റെ അല്ല കേട്ടോ, ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറയുക. സോ ഗൈസ് മേലെ ഇതുണ്ടോ ഒന്ന് തുടങ്ങിയിട്ട് ഇതിങ്ങനെ പോയിട്ട് 500 എണ്ണം ഉണ്ട്. അപ്പം ഒരു സീറ്റിൽ 5 ആൾക്ക് വെച്ചിട്ട് ഇരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 1 2 3 4 5 ആൾക്ക് വെച്ചിരിക്കാം. അങ്ങനെയാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നാലേ നമ്മൾ ആ എണ്ണം കറക്റ്റ് വരുള്ളൂ. താഴെ കൂടുതൽ സീറ്റുകളുണ്ട്. എന്തായാലും സോ ബ്യൂട്ടിഫുൾ. പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 500 അല്ല, 528 സീറ്റുകളുണ്ട്. ഓ എൻ്റെ മോനെ, ഇവിടെ നോക്കുമ്പോണ്ടല്ലോ എന്തത്, അവിടെ നിൽക്കുന്ന ആൾ ആരാന്നൊന്നും നോക്കുമ്പോൾ മനസ്സിലാവില്ല, അത്രക്കും ദൂരമുണ്ട്. കേരളത്തിലില്ല കേട്ടോ ഇങ്ങനൊരു പള്ളി, ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കൊന്നുമില്ല കേരളത്തിൽ ഇത്രയും വലിയൊരു പള്ളി ഉണ്ടെന്ന് എനിക്ക് തോന്നണേ ഇല്ല. അത്രയും വലുതാണ്. എന്നുള്ള വ്യൂ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. മോൺ ടൗൺ പകുതിയും ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. ഓക്കെ, എല്ലാ വീടുകളും ഷീറ്റിട്ട വീടുകളാണ് മാക്സിമം ഇവിടെ കാണാനുള്ളത്. ഓക്കെ, നല്ല രസമല്ലേ? ഈ കാണുന്നതാണ് മോൺ ടൗൺ മൊത്തത്തിൽ. ഒരു കുന്നിൻ്റെ മേലെയായിട്ടാണ് മോൺ ടൗൺ മൊത്തത്തിൽ വരുന്നത് കേട്ടോ. അടിപൊളി. എന്തായാലും നല്ല രസമുണ്ട് മോൺ ടൗണും കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഏത് ചർച്ച് വലുതായാലും കുഴപ്പമില്ല, ഇത് കണ്ടിട്ട് നമ്മളെ കണ്ണ് തള്ളും ഗൈസ്. കാരണം നമ്മൾ ഏതോ ഒരു സ്റ്റേഡിയത്തിലൊക്കെ പോയ വരികയാണ്, ഇതിൻ്റെ ഉള്ളിൽ കയറിയുള്ള ഫീലിംഗ് ഭയങ്കര രസമുണ്ട്. അപ്പോൾ എന്തായാലും നാഗാലാൻഡിൽ വരികയാണെങ്കിൽ ഇതൊന്ന് വിസിറ്റ് ചെയ്യുക. കൊണിയാക് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇൻ മോൺ ടൗൺ. ഓക്കെ, 1952 ബിൽഡ് ചെയ്തിട്ട് ശേഷം പിന്നെ ഇത് റിനോവേറ്റ് ചെയ്തിട്ട് ഇത്ര വലുതാക്കിയാണ് കേട്ടോ. കോടികൾ ചിലവാക്കിയിട്ടുള്ള പരിപാടികളാണ്. അപ്പം ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു ചർച്ച് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇതാ ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. എങ്ങോട്ടാണെന്നൊക്കെ നമ്മളെ ഡ്രൈവർ മാമൻ പറയുമ്പോഴേ എനിക്കറിയുള്ളൂ. അപ്പം ഇതാ വണ്ടി ഇത് അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട്. നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലാണ് വണ്ടി കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഇവിടെ പിന്നെ ബസ് വരാത്തതുകൊണ്ട് ആർക്കും ഇവിടെ വണ്ടി നിർത്തിയിടാം. അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ബസ്സിലല്ല, നമ്മൾ ജീപ്പിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ലക്ഷ്യബോധമില്ലാത്ത ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. പലതരത്തിലുള്ള കൺഫ്യൂഷനാണ്. കാരണം നാഗാലാൻഡിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു റൗണ്ട് സർക്കിൾ ട്രിപ്പ് അടിക്കാൻ വേണ്ടി പറ്റില്ല. റോഡ് വളരെ മോശമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതേ റോഡ് തിരിച്ചു വന്നിട്ട് വേണം അടുത്ത സ്ഥലത്ത് പോകാൻ. അതായത് ഇതാ ഇങ്ങനെ ഒരു സർക്കിൾ അടിക്കാൻ പറ്റില്ല. ആദ്യം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതേ റോഡിലേക്ക് തിരിച്ചു വരണം, പിന്നെ ഇങ്ങോട്ട് പോകണം, പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വരണം, പിന്നെ ഇങ്ങോട്ട് പോകണം, പിന്നെ ഇങ്ങോട്ട് വരണം, പിന്നെ ഇങ്ങോട്ട് വരണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇന്ന് എവിടെ എത്തും, എങ്ങനെ പോകുന്നുള്ളത് അക്കിയപ്പോഴും ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് ആ റോഡ് നല്ലതാണോ, ഈ റോഡ് നല്ലതാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ മൊക്കച്ചും ഏരിയയിലോട്ടാണ് തിരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമേ എനിക്കറിയാം. അപ്പോൾ പകുതി എത്തുന്നവരെ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്. അപ്പോൾ അതുവരെ വണ്ടി ഇങ്ങനെ ഓടിക്കും. ഓക്കെ, നല്ല കാട്ടിൽ കൂടെയാണ് പോണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇതേ റോഡിൽ കൂടെ ആയതുകൊണ്ട് എവിടെയൊക്കെ കുണ്ടും കുഴിയുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇന്നത്തെ യാത്ര ഇപ്പം ഞങ്ങൾ അവസാനം വിചാരിച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ മൊക്കച്ചുങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നതാണ്. ഇപ്പം അവിടെ നിർത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇതാ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്താനുള്ള റോഡ് കണ്ടീഷൻ നമുക്ക് അറിയാലോ. റോഡ് കണ്ടീഷൻ മോശം കൊണ്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തൂല. അതുകൊണ്ട് നമ്മൾ മാക്സിമം നോക്കി കണ്ട് ഇങ്ങനെ പോവുകയാണ്. കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് റോഡുള്ളത്. ഈ റോഡിൽ കൂടെ എങ്ങനെ എത്താനാണ്? ഇത് NH 2 എന്ന് പറയുന്ന റോഡാണ് കേട്ടോ. NH നാഷണൽ ഹൈവേ 2 അതാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ നാഷണൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും സെറ്റപ്പ്? ഇവിടുത്തെ നാഷണൽ ഹൈവേൻ്റെ ഒരു കോലം ഇതാണ്. ഒന്നാമത് ഇവിടുത്തെ ലാൻഡ് സ്ലൈഡ് കാരണമാണ് റോഡുകളൊന്നും നല്ല രീതിയിൽ നിൽക്കാത്തത്, മോശമായിട്ട് നിൽക്കുന്നത്. വിള്ളയും അത് രണ്ടാമത്തെ കൊല്ലം പിന്നെ മഴ പെയ്യുമ്പോൾ പൊളിഞ്ഞ് താഴ്ക്ക് വെക്കും, അങ്ങനെ തന്നെ. അപ്പോൾ അതൊരു പുത്തിരി അല്ലാണ്ട് ആയി മാറിയിരിക്കണേ ഇവിടെ ഉള്ളവർക്ക്.
പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസോട് കൂടി ഉണ്ടാക്കണം. സൈഡിൽ മതിലും ഇതൊക്കെ കെട്ടി ഉണ്ടാക്കണം, എന്നാലേ പറ്റുള്ളൂ. എന്തായാലും പോവാ കിന്നക്ക ആസേ ബാലാസേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ് കൂടിയാണ് നമ്മൾ പറന്നടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ എത്തും, എങ്ങനെ പോകുന്നുള്ള സംശയത്തിലുള്ള ഒരു യാത്രയാണ് ഇന്ന് മൊത്തത്തിൽ ഗൈസ്. എവിടെ എത്തിയാലും ഹാപ്പി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോണത്. നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ച നിറഞ്ഞ വഴിയാട്ടോ ഒന്ന് മൊത്തം. പറന്ന് വരുന്ന ടാറ്റാൻ്റെ പഞ്ച്. ഇനി അങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ല റോഡാണെന്നാണ് എനിക്ക് ഓർമ്മ, എൻ്റെ ഓർമ്മയിൽ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ മോശമുള്ളൂ, ബാക്കി എല്ലായിടത്തും അടിപൊളിയാണ്. ഭയങ്കര വ്യൂ. അക്കീർ പറയുന്നത് അങ്ങനെയാണ്, ഭയങ്കര വ്യൂ. നല്ല നൈസ് വ്യൂ കേട്ടോ ഗൈസ്. ഒരു ചുരം പോലത്തെ റോഡാണ് നമ്മൾ കയറി പോണത്. പക്ഷേ ചുരമല്ല ഇത്, എന്തൊരു പച്ചപ്പാണ്. വണ്ടി ഒന്നും ഇല്ല കേട്ടോ. ഇടക്കും തലക്കൊക്കെ ഒരു വണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഇവിടുന്ന് ഒരു വില്ലേജിൽ നിന്ന് ഒരു വില്ലേജിലോട്ട് പോകുക, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തിലോട്ട് പോകുക കാരണം അവർക്ക് ടാസ്ക് ആയതുകൊണ്ട് ഇവരങ്ങനെ പോകാറൊന്നുമില്ല. ഓരാ മെയിൻ സ്ഥലത്ത് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിന്നാണ്ട് ജീവിക്കും. അതാണ് ഇവരെ പരിപാടി. എന്തായാലും നൈസ് റോഡ്, പുതിയതായിട്ട് ടാർ ചെയ്താന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര നൈസായിട്ടുള്ള റോഡ് കിട്ടിയത്. റോഡ് പണി നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഇതാണിത്. കല്ലൊക്കെ വെച്ചിട്ട് റോഡിൽ സെറ്റപ്പ് ആക്കി വെച്ചത്. എല്ലാം കല്ലുകളൊക്കെയാണ്. ഓൺ ദ വേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് വില്ലേജുകളുണ്ട്. നമ്മളിപ്പം തംലു എന്ന് പറയുന്ന ഒരു വില്ലേജിലാണുള്ളത്. ഇനി നമുക്ക് പോകാനുള്ളത് മെറിക്കോങ് എന്ന് പറയുന്ന വില്ലേജാണ്. അപ്പം ടോങ്ലാങ് ഡിസ്ട്രിക്ട് വിച്ച് ട്രൈബ് ഹിയർ? കോം എന്ന് പറയുന്ന ഒരു ട്രൈബാണ് കേട്ടോ. ഇന്ന് നമ്മൾ കൊണിയാക്ക് എന്ന് പറഞ്ഞ ട്രൈബിൻ്റെ അടുത്തുനിന്ന് വന്ന് കോം എന്ന് പറഞ്ഞ ട്രൈബ് എത്തി. ഇനി അടുത്ത് കുറച്ചുകൂടി കഴിഞ്ഞാൽ മൊക്കച്ചുങ് ഏരിയയിലെത്തിയാലും അവോ എന്ന് പറഞ്ഞ ട്രൈബിലെത്തുക. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറി കളിക്കിട്ടോ. നൈസാണ്. എന്തായാലും ഏരിയ അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കുകയോ ചെറുതാണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ, എല്ലാ സെറ്റപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗിൽ എന്തൊക്കെ കാണിച്ചതെന്നൊന്നറിയില്ല. നമ്മളിപ്പം ചങ് ടോങ്കിയ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ വന്നപ്പം അക്കീറിൻ്റെ ഒരു വീഡിയോ കാണുന്ന ഒരു പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞ് ഹോട്ടലിൽ വന്ന് ചായ പിടിക്കാതെ പോകാൻ പറ്റാറുണ്ട്. ഹോട്ടൽ ഗ്രീൻലാൻഡ് ഇവിടെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ മേലെ കയറിയിരിക്കാനാണ് പറഞ്ഞത്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. നോ റിവ്യൂ. ഞാനും അക്കീറും ബനാന ചിപ്സിന് അടി ഉണ്ടാക്കിയിരുന്നു ഇവിടെ. നൈസ് ഗൈസ്. കൈയൊക്കെ നേരിയ എവിടെയാണ്. അപ്പം 1, 2, 3, 4 ഒരുപാട് സീറ്റുകളുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ ഷോപ്പിലെ റെസ്റ്റോറൻറ്റുകൾ. നൈസ്. പുള്ളിക്കാരി നമ്മളോടുള്ള സ്നേഹം തീരാത്തതുകൊണ്ട് പിന്നെ ക്യാപ്റ്റൻ അമേരിക്കേൻ്റെ ഇതും ഗിഫ്റ്റായിട്ട് തന്നിക്കണ്. താങ്ക് യു. ഹലോ. ഓക്കെ. ആ പെണ്ണുങ്ങളായിരുന്നു നമ്മളെ വിളിച്ച് ഈ ഗിഫ്റ്റൊക്കെ തന്ന്. അപ്പം ആ പെണ്ണുങ്ങളെ കടയൊക്കെ ഉഷാറായിട്ട് വരട്ടെ. നല്ല സ്നേഹമുള്ള ചേച്ചി. സോ ഇവിടെ നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല കളിയാണ്. ക്രിക്കറ്റ് കളിക്കുക. ഫുട്ബോൾ ഉസ്താദാണ് ബാറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. നൈസ്. എന്തായാലും നമ്മളിഞ്ഞ് ഇവിടുന്ന് മൊക്കച്ചുങ് പോവാണ്. മൊക്കച്ചുങ് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം കിലോമീറ്ററുകളേ ഉള്ളൂ.
നാഗാലാൻഡിൽ വന്നിട്ട് ഇന്നേ വരെ ഞാൻ കോടയോട് കൂടിയിട്ട് ഒരു സ്ഥലം കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നല്ല വയനാടൊക്കെ പോലെ ഇടുക്കിയൊക്കെ പോലെ ഫുള്ള് കോടയിൽ മുങ്ങിയിട്ട് ഒരു നാഗാലാൻഡ് ഒരു പ്ലേസ് കാണുന്നത്. നല്ല രസമുണ്ട്. നല്ല കോട, മഴയൊന്നുമില്ല, കോട മാത്രമേ ഉള്ളൂ. കോടേൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഓരോരോ വീടുകൾ നമുക്കിങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ചില ഭാഗങ്ങൾ നമ്മളെ കേരളം പോലെയൊക്കെ ഉണ്ട് എന്നാണ് കണ്ടില്ലേ. മഴ കണ്ട പിന്നെ കേരളമായല്ലോ. പോക്കാന്ന് പറയുന്ന സ്ഥലത്തോട്ട് 91 കിലോമീറ്ററാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകില്ല. നമ്മൾ നാളെ വേറെ സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. ഇന്ന് ഏകദേശം 6 മണിയായി. 1 മണിക്കൂർ കൊണ്ട് ഇരുടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ പോകുന്ന റോഡ് വളരെ മോശം. എന്തായാലും നൈസ് കാലാവസ്ഥ, ബെസ്റ്റ് ക്ലൈമറ്റ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ മൊക്കച്ചും ടൗണിലെത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 6:15 ഇനി കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളു പുള്ളീൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ നേരെ, അതായത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം നമ്മളൊരു പുള്ളീൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. അപ്പം അതേ ആളടുത്താണ് വീണ്ടും പോയിട്ട് നിൽക്കുന്നത്. നമ്മൾ വീണ്ടും പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര മടിയേനു വിളിക്കാനേ. നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ നമുക്ക് ഒരു വട്ടം സ്റ്റേ തന്നു. ആ സമയത്ത് പുള്ളി പറഞ്ഞ് ഇനി ഇതിലെ പോവുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, ഇവിടെ നിൽക്കാമെന്നൊക്കെ. പക്ഷെ നമ്മൾ വീണ്ടും വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു മോശമാണ്. പിന്നെ വേറൊരു സാഹചര്യം ഇല്ലാണ്ടായിപ്പോയി. കാരണം രാത്രിയാണല്ലോ ഇവിടെ എത്തിയത്. അതുകൊണ്ട് അക്കീർ നൈസിൽ പുള്ളീനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. മൂപ്പര് 2 കൈയും സ്വീകരിച്ച്, അല്ല 2 കൈയോട് കൂടി നമ്മൾ സ്വീകരിച്ച് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. പുള്ളി വീട്ടിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷേ ഈ വട്ടം നമ്മൾ പുള്ളീനെ കഴിഞ്ഞോട്ട് ഭക്ഷണമൊക്കെ തന്നിരുന്നു. ഈ വട്ടം അതിനൊന്നും ബുദ്ധിമുട്ടിക്കില്ല. നമ്മളെല്ലാം കഴിച്ചിട്ടാണ് അങ്ങോട്ടൊക്കെ പോവുള്ളൂ. ഞാൻ ഈ മൊക്കച്ചുങ്ങിലെത്തിനു. ഇവിടെ എത്തി റൂമിലെത്തിയപ്പോൾ സമയം രാത്രി 10 മണി ആയിക്കണ്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് അവിടെ ഇങ്ങനെ കിടക്കുന്നു. എന്താ അറിയില്ല, വയറിന് എന്തോ ഒരു പ്രശ്നം. ഇന്ന് മര്യാദ ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ഭക്ഷണം വേണ്ട, എനിക്ക് പനിക്കല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു എനർജി ശേഷിയൊന്നുമില്ല. നാളെ പനിച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രിപ്പ് മൊത്തം കൊള്ളാവും. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ വരുമ്പോഴത്തേനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും പിന്നെ പനിക്കല്ലേ, ഒന്നും വിചാരിക്കല്ലേ. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നാളെ കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.